ഹലോ, ഇന്ന് നമുക്കൊരു പൂരം കണ്ടുവന്നാലോ? ഇതാണ് മലമക്കാവ് ശ്രീ അയ്യപ്പ ക്ഷേത്രം. ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഈ പ്രദേശത്ത് ഒരു പാറയിൽ അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യം തിരിച്ചറിയുകയും തുടർന്ന് അവിടെ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. കേരളത്തിലെ 108 അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നായാണ് മലമക്കാവ് അയ്യപ്പ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. മനമുരുക്കി പ്രാർത്ഥിച്ചാൽ ചെങ്ങഴിനീർ പൂവ് എന്ന പൂവ് ഈ ക്ഷേത്രക്കുളത്തിൽ വിരിയുമായിരുന്നത്രേ. ചെങ്ങഴിനീർ പൂവ് പിന്നീട് ഈ പ്രദേശത്തെ മഹാനായ എഴുത്തുകാരനായ എം.ടി. വാസുദേവൻ നായരുടെ കഥകളിലൂടെ നീലത്താമര എന്ന പേരിൽ അറിയപ്പെട്ടു. എം.ടി. വാസുദേവൻ നായർ എഴുതിയ ലാൽ ജോസ് സംവിധാനം ചെയ്ത 2009 നീലത്താമര എന്ന മലയാള സിനിമയുടെ പ്രമേയം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. പൂരത്തിന്റെ തുടക്കം രാവിലെ ആനയുടെ എഴുന്നള്ളിപ്പോടുകൂടിയുള്ള ഈ മേളത്തോടെയാണ് കേട്ടോ. ഞാൻ 1 മുതൽ 7 വരെ പഠിച്ചത് അമ്പലത്തിന് തൊട്ടടുത്തുള്ള മലമക്കാവ് ഗവൺമെൻറ് LP സ്കൂളിലും AUP സ്കൂളിലുമായിരുന്നു കേട്ടോ. അന്നു മുതലേ ഓരോ വർഷവും മലമക്കാവ് പൂരത്തിനായി കാത്തിരിപ്പായി. കൂടാതെ എൻ്റെ ഗ്രാമത്തിലെ എല്ലാ വർഷത്തെയും ആദ്യത്തെ പൂരവും ഏറ്റവും കൂടുതൽ വരവുകൾ വരുന്ന ഉത്സവമാണ് കേട്ടോ ഈ മലമക്കാവ് പൂരം. എല്ലാ വർഷവും ജനുവരി 2ാം ശനിയാഴ്ചയാണ് മലമക്കാവ് പൂരം ഉണ്ടാവാറ്. ഇനി നമുക്ക് പൂരത്തിൻ്റെ വൈകുന്നേര കാഴ്ചയിലേക്ക് പോകാം. പഞ്ചവാദ്യത്തോടെയുള്ള ആനവരവുകളെല്ലാം ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയാണ് അവസാനിപ്പിക്കുക. ഒരുപാട് ആനയോടുകൂടിയുള്ള വരവുകൾ ഈ പൂരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. പഞ്ചവാദ്യത്തെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പഞ്ചവാദ്യത്തിൽ 5 വാദ്യോപകരണങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക. തിമില, മദ്ദളം, ഇലത്താളം, എടയ്ക്ക, കൊമ്പ് എന്നിവയാണ് ആ വാദ്യോപകരണങ്ങൾ. ആനപ്പുറത്ത് പിന്നിലിരിക്കുന്ന 2 പേരുടെ കയ്യിലുള്ളത് വെഞ്ചാമരവും ആലവട്ടവുമാണ്. വെളുത്ത യാക്കിൻ്റെ രോമം കൊണ്ടാണ് വെഞ്ചാമരം നിർമ്മിക്കുന്നത്. ഉത്സവത്തിൻ്റെ രാജകീയ ഭംഗിയെ സൂചിപ്പിക്കാനാണ് ഇവ രണ്ടും ഉപയോഗിക്കുന്നത്. ഇതാണ് പഞ്ചാരിമേളം. പഞ്ചാരിമേളത്തിന് പ്രധാനമായും 4 വാദ്യോപകരണങ്ങളാണ് ഉണ്ടാവുക. ചെണ്ട, ഇലത്താളം, കൊമ്പ്, കുഴൽ എന്നിവയാണവ. ഇത് ആനയോടുകൂടിയുള്ള നാദസ്വരമാണ് കേട്ടോ. ഒരുപാട് സിനിമാ ഗാനങ്ങൾ ഇവർ എത്ര ഭംഗിയായിട്ടാണ് പാടുന്നതെന്ന് അറിയൂ. അങ്ങനെ അമ്പലത്തിൻ്റെ കിഴക്കേ ദേശത്തു നിന്നും തെക്കേ ദേശത്തു നിന്നും വടക്കേ ദേശത്തു നിന്നും പടിഞ്ഞാറേ ദേശത്തു നിന്നുമായി ഓരോരോ വരവുകളായി വന്നുകൊണ്ടിരുന്നു കേട്ടോ.
പല ദേശങ്ങളിൽ നിന്നായി വന്ന യുവജനങ്ങളെ ഹരം കൊള്ളിക്കുന്ന ശിങ്കാരിമേളം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ മിതമായ അറിവിൽ നിന്നാണ് കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഒരു സാധാ ഫോണിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെതായ ക്ലാരിറ്റി ഇതിലുണ്ടാവുള്ളൂ. കൂടാതെ ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗുകൾ ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെതായ തെറ്റുകളുണ്ടാവും. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു വിശേഷമായി വേറൊരു വീഡിയോയിൽ വരാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.